താരവിശേഷങ്ങളും പുതുപുത്തൻ ചലച്ചിത്ര വിശേഷങ്ങളുമായി എത്തുന്ന ടോക്കി സ്റ്റോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടോക്കി സ്റ്റോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബാലനടനായും നർത്തകനായും സിനിമാറ്റോഗ്രാഫറായും സംവിധായകനുമായി എല്ലാം ശോഭിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീ വിബി മോഹൻ. നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ബാലനടനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അല്ല, ബാലനടനല്ല, ഞാൻ അതിനു മുമ്പ് ആദ്യം നർത്തകനായിരുന്നു. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആദ്യത്തെ യൂത്ത് ഫെസ്റ്റിവൽ അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ പാട്ട് പാടുന്ന ജയചന്ദ്രനാണ്. പുള്ളി മൃദംഗിസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടന്നത്. അതിൻ്റെ ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടാണ് അവിടെ എത്തിയത്. എനിക്ക് നാടോടി നൃത്തത്തിന് അന്ന് ഒന്നാം സമ്മാനം കിട്ടി. ജയേട്ടന് അതിൽ മൃദംഗത്തിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഒരു തുടക്കമുണ്ട്. അങ്ങനെയായിരുന്നു തുടക്കം. അങ്ങനെ അല്ല, കാരണം വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഡാൻസിനോടും കലയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരാണ്. ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരല്ല, പാലക്കാട്ടുകാരാണ്. പക്ഷേ തൃശ്ശൂരിൽ അമ്മയ്ക്ക് എന്നെ ഡാൻസ് പഠിപ്പിക്കാനും കഥകളി പഠിപ്പിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഇതിലെ യൂത്ത് ഫെസ്റ്റിവൽ വന്നത്. അതിനുശേഷമാണ് സിനിമയിൽ കയറി. സിനിമയിൽ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വഴിതെറ്റി കയറിയതാണ്. ഞാൻ സിനിമയിൽ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ 4 വയസ്സിലെങ്ങാനും അഭിനയിച്ചു അല്ലേ? ഞാൻ വയസ്സ് പറയില്ല. അതായത് എൻ്റെ ചേച്ചി സുലോചന പാട്ട് പാടുമായിരുന്നു, പ്ലേബാക്ക് സിംഗറായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, അച്ഛന് തൃശ്ശൂരായിരുന്നു ജോലി. പാട്ടരായ്ക്കൽ എന്നുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ആ വീടും അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ വീട് കിടക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ ആ സ്ഥലം നോക്കി കാണാറുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അന്ന് തൃശ്ശൂരിലെ സിനിമയുടെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശോഭന സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ നായർ, ശോഭന പരമേശ്വരൻ നായർ, പുള്ളിയുടെ ബ്രദറും ഭാസ്കരൻ ചേട്ടനുണ്ട്. ഇവരായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമു കാര്യാട്ട് ചേട്ടനും ഭാസ്കരൻ മാഷും പരമേശ്വരൻ ചേട്ടൻ എല്ലാവരും കൂടെ വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ സാധാരണ ചേച്ചിയെയാണ് അവർ കാണാൻ വരുന്നത്. അവർ വന്നത് ഒരു കുട്ടിയെ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് അവർ വന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. കാരണം അമ്മയുടെ കലാഹൃദയം. അമ്മ പറഞ്ഞു, പക്ഷേ ഇവന് അഭിനയിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ, ഇവൻ പറഞ്ഞ മതി കേൾക്കുമല്ലോ, അവൻ പറഞ്ഞാലും കേൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുപോകണം, ശരിയായില്ലെങ്കിൽ തിരിച്ചയച്ചാളാവും. അങ്ങനെയാണ് ഞാൻ നീലക്കുയിലേക്ക് പോയി വീണത്. അത് കഴിഞ്ഞ് ആദ്യ ചിത്രം സന്നാഹം അല്ലേ? പക്ഷെ പുറത്തിറങ്ങിയത് ശേഷക്രിയ എന്ന് പറഞ്ഞ സിനിമ. അത് ഞാൻ വർക്ക് ചെയ്ത പടം. അത് വലിയതായിട്ട് അത് വലുതായിട്ട് അതൊക്കെ കാലഘട്ടങ്ങൾക്ക് ശേഷം. നീലക്കുയിൽ കഴിഞ്ഞിട്ട് ഞാൻ മിന്നാമിനുങ്ങെന്നൊരു സിനിമയിൽ കൂടെ അഭിനയിച്ചു. 2 പടങ്ങൾ അഭിനയിച്ചു. അതാർക്കും അറിഞ്ഞൂടാ. അത് രാമു കാര്യാട്ട് ഡയറക്ടർ സിനിമയാണത്. അത് മൈസൂർ വെച്ചായിരുന്നു ഷൂട്ടിങ്. പക്ഷേ അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയത്. അതെനിക്ക് അവരെന്നെ അറിയിച്ചില്ല. അറിഞ്ഞത് ഞാൻ ആക്സിഡൻ്റിലായിട്ട്. പിന്നെ അതൊരു വലിയ ഷോക്കായി. അവിടുന്ന് ശേഷം ഞങ്ങൾ അമ്മ മരിച്ചപ്പോൾ അവിടെ തൃശ്ശൂർ ഹോൾഡ് ഇല്ലാതായി. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ താമസിച്ചത്, അച്ഛനവിടെ ജോലി ആയതുകൊണ്ട്. പിന്നെ ഞങ്ങളുടെ നാടുണ്ട് ചിറ്റൂർ, പാലക്കാട് ചിറ്റൂർ ഫേമസ് ആണ് പാലക്കാട്. അവിടേക്ക് മാറി. പിന്നെയുള്ള ജീവിതം അവിടെയായിരുന്നു. കോളേജ് പഠിച്ചതും സ്കൂൾ പഠിച്ചതും എല്ലാം അവിടെയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ മധു അമ്പാട്ടിനെ പരിചയപ്പെടുന്നത്. മധു അമ്പാട്ട് എൻ്റെ നല്ല സുഹൃത്താണ്. അന്നും ഇന്നും സിനിമയ്ക്കുള്ള വഴി തുറന്നത് മധു. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറയുടെ ലോകത്തേക്ക് വരാനുള്ള കാരണം മധു അമ്പാട്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിന് മുന്നേ ഒന്നും അറിഞ്ഞൂടായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈസ്റ്റേൺ സീ ഫുഡ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ സിസ്റ്റർ കൺസേണാണ് ചെമ്മീൻസ്. കൊച്ചിയിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ചെറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. ആ പുള്ളിയുടെ അതിൻ്റെ MD ആയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മദ്രാസിൽ ഓൾമോസ്റ്റ് സെറ്റിൽഡായി. കാരണം അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. പിന്നെ
എനിക്കൊരു നിക്കക്കള്ളിയില്ലാതെ ഞാൻ എൻ്റെ ചെറിയമ്മയുണ്ട് മദ്രാസിൽ, പുള്ളിയുടെ അടുത്തേക്ക് പോയതാണ്. അങ്ങനെയാണ് അവിടെ സെറ്റിലായത്. മധു നേരത്തെ പരിചയം വെച്ചിട്ട് മധുവിൻ്റെ വീട് പോയി. അങ്ങനെ സിനിമയായിട്ടുള്ള ബന്ധം വിധുബാലയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഫോട്ടോഗ്രാഫി ഇതിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ. അതായത് മധു അവരൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് സരിത എന്നൊരു സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ മധുവിന് ആ സമയത്ത് മധുവിൻ്റെ കൂടെ ആരുമില്ല വർക്ക് ചെയ്യണം. അപ്പോൾ മധു എൻ്റെ അടുത്ത് ചോദിച്ചു, വിപിൻ എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം പറഞ്ഞുതരാം, എൻ്റെ കൂടെ വന്നാൽ മതിയോ. അങ്ങനെ ഞാൻ വഴിതെറ്റി കയറിയതാണ്. സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് മലയാള സിനിമയിൽ. വളരെ നന്മയുള്ള ഗ്രാമീണ അന്തരീക്ഷവും നന്മയുള്ള കഥാപാത്രങ്ങളും നന്മബോധമുള്ള മനുഷ്യരും നല്ല നല്ല പാട്ടുകളും, ഇതൊക്കെ വളരെ കയ്യൊതുക്കത്തോടെയാണ് സാറ്. ഞാൻ സത്യൻ്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ടി പി ബാലഗോപാലൻ എം എ എന്നുള്ള സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നേരത്തെ സത്യനെ അറിയാം, കാരണം സരിത എന്നുള്ള പടം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സത്യനന്ദിക്കാട്. ചന്ദ്രകുമാർ ഉണ്ടായിരുന്നു, സത്യനന്ദിക്കാട് ഉണ്ടായിരുന്നു. ഒരു കണ്ണൂരിലുള്ള ഗോവിന്ദനാണത് ഡയറക്റ്റ് ചെയ്തത്. ആ സമയത്ത് സത്യം പറയുമായിരുന്നു, ഞാൻ പടം എടുക്കുമ്പോൾ തന്നെ ക്യാമറമാനാക്കാണ്. അത് വെറുതെ പറഞ്ഞാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഐഡിയ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനായിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ടി പി ബാലഗോപാലൻ എം എ ഇവിടെ തുടങ്ങിയപ്പോൾ ടി കെ ബാലേന്ദ്രൻ എന്തൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പുള്ളിയുടെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ ആക്കാന്ന്. അപ്പോൾ സത്യന് അതിനകത്ത് എതിർപ്പൊന്നുമില്ലായിരുന്നു. ഏകദേശം 30ഓളം സിനിമകൾ അല്ലേ ഞങ്ങൾ ഒരുമിച്ച് 30 സിനിമ ചെയ്തു. ടി പി ബാലഗോപാലൻ എം എ മുതൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വളരെ കാലത്ത് ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ സത്യനന്ദിക്കാട് സാറായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു? സത്യനന്ദിക്കാടിൻ്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവിനും മാതിരിയായിരുന്നു. ഞാൻ പറഞ്ഞത് പുള്ളി മനസ്സിൽ വിചാരിച്ചാൽ ഞാനത് മാനത്ത് കാണും, അത്രയും ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അവസാന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഒരു 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 മാറ്റം ഉണ്ടായി. ആ മാറ്റമാണ് വിട്ടുപോയത്. ഒരു സംവിധാനത്തിലേക്ക് കിടക്കുമ്പോൾ സാർ അതൊരു ടെൻഷനായ പരിപാടിയായിരുന്നല്ലോ അല്ലേ? സംവിധായകന്മാരൊക്കെ ടെൻഷനുള്ള ആൾക്കാരാണ്. എല്ലാ സംവിധായകന്മാർക്കും ടെൻഷൻ, കാരണം ഇത് ഉണ്ടാക്കുന്നത് വല്ലവരുടെ പൈസയും കൊണ്ടാണ്. അവർക്ക് ആ പൈസയിൽ നിന്ന് 10 രൂപയെങ്കിലും തിരിച്ചു കിട്ടണ്ടേ, അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് ഞാനതാണ് ഒറ്റ സിനിമ കൊണ്ട് നിർത്തിയത്. കാരണം ഇത് ടെൻഷൻ, അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയത്. സിനിമയിൽ ഒരുപാട് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നറിയാം. ഇപ്പോഴും തുടർന്നു പോകുന്ന ആ ഒരു സൗഹൃദത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോഴും തുറന്നു പോകുന്ന എല്ലാവരും ഇപ്പോൾ ആർട്ടിസ്റ്റുകളായാലും ശരി. മോഹൻലാലായിരുന്നു എൻ്റെ ഏറ്റവും, കാരണം സത്യൻ്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ലാലുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു. പിന്നെ മമ്മൂട്ടിയായിട്ട് വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു റാപ്പർട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ശ്രീനിവാസൻ കാരണം ശ്രീനിവാസൻ തിരക്കഥാകൃത്താണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലിങ്ങനെ ഈ കഥ വരുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഫ്രഷായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഭാഗത്തുനിന്ന് അതെ, ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒരു സംവിധായകനെയും ആക്ടറെയും കണക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ ക്യാമറമാൻ എന്ന് പറയുന്നത്, അതിനിടയിൽ നിൽക്കുന്ന. അപ്പോൾ ഇത് എത്രത്തോളം സാറിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ? അല്ല, ഇപ്പോൾ ഒരു സത്യനായാലും ശരി, വേറെ ഏത് ഡയറക്ടറായാലും ശരി, ഒരു സീൻ വായിക്കുമ്പോൾ എനിക്ക് എല്ലാ സീനും, ഇന്നെടുക്കാൻ പോകുന്ന എല്ലാ സീനും ഇന്ന് തന്നെ എനിക്ക് കാണണമെന്ന് നിർബന്ധമാണ്. ആ സീന് വായിച്ചു നോക്കിയിട്ട് എന്നിട്ട് അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് കയറുമല്ലോ, ഇയാൾ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിക്കുന്നു, അങ്ങനെ ഡയറക്ടറുമായിട്ടുള്ള ഒരു ബന്ധം അപ്പം തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഡയറക്ടറുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനെല്ലാം പുറമെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ഫാദർ കൂടിയാണ് സാർ എന്നറിയാം. മഞ്ജിമ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ആണ്. മഞ്ജിമയുടെ വിശേഷങ്ങളെന്ന് പറയാമോ സാർ? എന്തൊക്കെയാണ്? മഞ്ജിമ കല്യാണം കഴിഞ്ഞു, വളരെ എളുപ്പത്തിൽ പറയുക. ചെന്നൈയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു ആക്ടർ തന്നെയാണ്, ഗൗതം കാർത്തിക്. അവർ ഇഷ്ടമായി, ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ച് ഇഷ്ടമായപ്പോൾ എന്നെ വിളിച്ച്, എൻ്റെ പെറ്റാണ് അമ്മൂന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് മഞ്ജിമ. കാരണം ഞാൻ ഏതെങ്കിലും ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയാൻ തുടങ്ങും,
കാരണം എന്നെ കാണില്ലല്ലോ 10-30 ദിവസം. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഉറക്കൊക്കെ അറിയൊന്നുമില്ല, കണ്ണിന്ന് വെള്ളം മാത്രം വന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾ സ്വന്തമായി, അവളുടെ കാര്യങ്ങളായി. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് ആവശ്യമില്ല. കാരണം എന്നെക്കാളും നല്ല തണ്ടും തടിയുള്ള ഒരു പയ്യൻ അവളുടെ കൂടെയുണ്ട്, ഒരു പ്രൊട്ടക്ടറായിട്ട്. പിന്നെ ഹീസ് എ നൈസ് ബോയ്, വെരി നൈസ് ബോയ്, ഗുഡ് ബോയ്. സർ, നമുക്ക് വീണ്ടും ക്യാമറയിലേക്ക് തന്നെ വരാം. അതെ, ക്യാമറ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കളർ ചിത്രങ്ങളും സാർ എടുത്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്യാമറയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ ടെക്നോളജിയിലെ സാങ്കേതിക നല്ല മാറ്റങ്ങളാണ്. ഇത് നോക്കൂ, ഇപ്പോൾ 2 ക്യാമറ അപ്പുറത്തിപ്പുണ്ട്. ഇങ്ങനെ ഒരു സംഭവം പണ്ട് നടക്കില്ലായിരുന്നു. ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക തന്നെ വലിയ അന്ന് ഈ ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല സംഭവം. ഇപ്പോഴാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് വലിയ അതിൻ്റേതായ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിമിലായിരുന്നു. ഫിലിമിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫിലിമിൽ കളറും അതും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏത് കളറാണ് വരാൻ പോകണമെന്ന് തന്നെ നമുക്കറിയില്ല. കാണുമ്പോഴാണ് അറിയുന്നത്, ഇത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ. പക്ഷെ അപ്പം അങ്ങനെയല്ല, നമുക്ക് വേണ്ട കളർ നമുക്ക് ഇപ്പം തന്നെ നിശ്ചയിക്കാം. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിശ്ചയിക്കാം. അതിലൊരു ഗുണമുണ്ട്. അങ്ങനെ ഇപ്പോൾ വരവേൽപ്പ് പറഞ്ഞ ഫിലിമിൽ സാറിനെ ഒരു ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു അമിട്ട് പൊട്ടുമ്പോഴുള്ള ഫുള്ള് സ്ക്രീൻ ഇത് കിട്ടാത്തതിന്റെ പ്രശ്നമൊക്കെ. അത് ഭയങ്കര വൈറലായിപ്പോയി. അതായത് ആ സമയത്ത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ ഫ്രണ്ട് പേജിൽ ഓരോരുത്തരെയും അനുഭവങ്ങൾ എഴുതുന്നത്. അതിൽ സത്യനന്ദ എഴുതി ഇങ്ങനെ ഔട്ട് പൊട്ടിയിട്ട്, അന്ന് വെച്ചാൽ ഔട്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം ഔട്ട് ഓഫ് ടൈമാണത്. ആ സമയം ഞങ്ങൾ പാലക്കാട് ഉത്സവങ്ങളുടെ നാടാണ്. പക്ഷേ ഈ ഔട്ടൊക്കെ വെടിക്കെട്ടുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ പാട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഔട്ട് പൊട്ടിയാൽ കൊള്ളാമെന്ന് സത്യന് തോന്നി. പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു, ആർട്ട് ഡയറക്ടറെ വിളിച്ചു. അവർ പറഞ്ഞു ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇവർ പോയി എവിടെ നിന്നൊക്കെ കൊണ്ട് 3 ഔട്ട് കിട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു 3 ഔട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ ഔട്ട് മതി, ഇത് വരിക പൊട്ടുക, പാട്ടിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്തില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്കിത് നോക്കാം പൊട്ടുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഔട്ട് പൊട്ടി. അപ്പോൾ പൊസിഷനൊക്കെ അറിയാമല്ലോ, എവിടെയാണ് വരണതെന്നൊക്കെ അത് കണ്ടു. രണ്ടാമത്തെ ഔട്ട് പൊട്ടിച്ചാൽ ശരി, രണ്ടാമത്തെ ഔട്ടാണ്, ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഔട്ട് പൊട്ടണത് എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നു. ഔട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ അസിസ്റ്റൻറ്റ് ചോദിച്ചു, ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തില്ലേ? സാർ ആരും പറഞ്ഞില്ല, അത് സ്വിച്ച് ഓൺ ചെയ്യാൻ ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു 2 ഔട്ട് പൊട്ടി. സത്യം ഇത് പറഞ്ഞു, ഇനി ഒരു ഔട്ട് കൂടി ഉണ്ട്, അതുകൂടെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു. ആ 3ാമത്തെ ഔട്ട് കിട്ടി. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഔട്ട് പൊന്തി മേലോട്ട് പോയല്ലേ. ക്യാമറ ഇങ്ങനെ വെച്ച് ഇങ്ങനെയായി. ക്യാമറമാർക്ക് അറിയാം, കയ്യിൽ നിന്ന് പോയി ക്യാമറ. അത് ഇപ്പോഴും ആ ഷോട്ടിനകത്ത് പകുതി ഔട്ടേ ഉള്ളൂ. പകുതി കിട്ടിയ തന്നെ ഭാഗ്യം. സർ, ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി തോന്നിയ ഒരു ആക്ടർ? ഐശ്വര്യ റായ്. കാരണം ഞാനൊരു ലണ്ടനിൽ വെച്ചിട്ടൊരു പടം ചെയ്തു. മധു അമ്പാട്ടാണല്ലോ എൻ്റെ ഗുരു. മധു ലണ്ടനിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ലണ്ടനിൽ പോവുകയാണ്, എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ ഒരാൾ വേണം, വരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരാണ് അഭിനയിക്കുന്നത്? ഐശ്വര്യ റായ്. എന്നാൽ തീർച്ച വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയിട്ട്. അതൊരു ഇംഗ്ലീഷ് പടമായിരുന്നു. സർ, ഇപ്പോൾ ഒരു ക്യാമറ ചെയ്യുമ്പോൾ ശരിക്കും അതിൽ കൂടി ജീവിക്കുകയാണെന്ന് തന്നെ പറയാം. അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് കട്ട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അതിലത്രയും ഇൻവോൾവ് ചെയ്തിട്ട്. എന്താ അറിയോ, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി. കരച്ചിൽ വരാനും ചിരി വരാനും ഇമോഷണൽ ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ ഈ ലാലും ശ്രീനിവാസനും ഒക്കെ ഓരോ കോമാളിത്തരങ്ങൾ ക്യാമറ മുമ്പിൽ കാണിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു മോണിറ്ററില്ല, ക്യാമറാമാനാണ് കാണുന്നത്. മോണിറ്റർ അതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ചിരിച്ച്, കാരണം ഞാൻ കാണുന്നതല്ലേ, ഇത് തട്ടിപ്പോയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ കരയിപ്പിച്ചിട്ടുമുണ്ട് എന്നെ. പ്രത്യേകിച്ച് ടി പി ബാലഗോപാലൻ അമ്മ എന്നുള്ള സീനിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ലാലിൻ്റെ ഒരു അഭിനയം ഞാൻ കരഞ്ഞുപോയി ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് സത്യം ഇങ്ങനെ നോക്കി അയാളെങ്കിൽ അറിയാം.
വളയ ചാന്തിനൊക്കെ പൈസ കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അനീതി പോകുമ്പോൾ ആ അനീത്തി അടുത്ത് പറയും, എൻ്റെ അടുത്ത് നിനക്ക് തരാനൊന്നുമില്ല, 50 രൂപ എടുത്തുവിട്ട് പറയും, ഇതേ ഉള്ളൂ, നിനക്ക് വല്ല ചാന്തോ കൺവെൻഷനോ ഒക്കെ വാങ്ങണമെങ്കിൽ അതിരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അത് കണ്ടംപററി ആവും. കാരണം എൻ്റെ സിസ്റ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മ വരും. അതാണ് അതൊക്കെ വെറുതെയാണ്, ആ സമയത്തേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പോൾ മാറി. ഷോട്ട് ചെയ്തിട്ടും തൃപ്തി വരാത്തത് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ട്? എല്ലാ ഷോട്ടും എല്ലാ സിനിമ കഴിയുമ്പോൾ ഇതിങ്ങനെയല്ല, വേറെ മാതിരി എടുക്കണമായിരുന്നു എന്ന് തോന്നും, അത്രേ ഉള്ളൂ. പക്ഷേ അത് അപ്പോൾ എടുത്തു പോയില്ലേ, അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കമൽ, ലാൽ ജോസ് തുടങ്ങിയ ഒട്ടുമിക്ക മികച്ച സംവിധായകരുടെയും ആദ്യത്തെ ചിത്രത്തിന് തന്നെ സാർ കമലായിട്ട് ഞാൻ നല്ല കാരണം ആദ്യകാലത്ത് ഞാൻ ആദ്യം ചെയ്ത സിനിമയിൽ വരുന്ന അതാണ് അർച്ചന ടീച്ചർ, PN മേനോൻ. ആ പടം ഇവിടെ ഷൂട്ട് ചെയ്ത് ഉമാ സ്റ്റുഡിയോയുടെ പ്രൊഡക്ഷനായിരുന്നു അത്. ആ സമയത്ത് കമലുമായിട്ടുള്ള അടുപ്പം, സൗഹൃദം, അങ്ങനെയാണ് കമലിൻ്റെ ഫസ്റ്റ് പടം ചെയ്യാൻ കാര്യം. ലാൽ ജോസും അത് തന്നെയാണ് സ്ഥിതി. ലാൽ ജോസിനായിട്ടുള്ള ലാൽ ജോസ് ഒറ്റപ്പാലംകാരനാണ്. അപ്പം തന്നെ നമ്മൾ അടുപ്പം വന്നു. ലാൽ ജോസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാൽ ജോസിൻ്റെ സെലക്ഷൻ ആയിരുന്നില്ല ഞാൻ. കമലിനെ സംബന്ധിച്ചോളം കമൽ എന്നെ സെലക്ട് ചെയ്തതാണ്. സർ, കോളേജ് പഠനകാലത്ത് ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പകുതി സമയം അവിടെ ഇവിടെയും കറങ്ങൽ തന്നെയായിരുന്നു. പക്ഷേ ആ കോളേജിൻ്റെ ആ സമയത്ത് രാമു കരയാട്ടിൻ്റെയും പി ഭാസ്കറിൻ്റെയും കൂട്ടുകെട്ടിലെ നീലക്കുയിൽ അഭിനയിച്ചു പറഞ്ഞ ഒരു കുട്ടി, അത് ഉണ്ടായിരുന്നു. അത് ആൾക്കാർ വളരെ അത്ഭുതത്തോടെ നോക്കി കാണുമായിരുന്നു. അത് കോളേജ് പഠിക്കുമ്പോഴില്ല, സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല, തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അമ്മ മരിച്ച ശേഷം ഞങ്ങൾ ചിറ്റൂർക്ക് വന്നു. ചിറ്റൂരിൽ സ്കൂളിൽ പോയപ്പോൾ ഒരു അത്ഭുതമായിരുന്നു ഞാൻ ഇങ്ങനെ സിനിമ അഭിനയിച്ച പയ്യനാണെന്നുള്ളത്. സർ, അടുത്തൊരു പ്രോജക്റ്റ് എന്താണ്? അടുത്ത പ്രോജക്റ്റ് എപ്പോൾ വേണമെങ്കിൽ വരാം. 2-3 കഥയുണ്ട്. ഞാനൊരു പ്രൊഡ്യൂസറെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് ടെൻഷനാണ് എനിക്കൊരു പ്രൊഡ്യൂസർ അടുത്ത് എന്തെങ്കിലും പറയാൻ. ഈ പടം ഓടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സിനിമയുടെ കാര്യത്തിൽ. സർ, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സാർ സംസാരിച്ചു. അപ്പോൾ ഇനിയും ഒരു പുതിയ സിനിമയൊക്കെ എടുക്കട്ടെ, ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ നാക്ക് പൊന്നാവട്ടെ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്ത് ശരിയാവുമ്പോൾ ശരിയാവും, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം ദൈവത്തിൻ്റെ അടുത്ത്. ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതാണ്. ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും ഇന്നതൊക്കെ ഇയാൾക്ക് ചെയ്യാനുണ്ടെന്നുള്ളത്. ഞാൻ ജീവിച്ച് കഴിയണതിന് മുമ്പ് അതൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റണം എന്നാണ് എനിക്ക് ദൈവത്തിനോടുള്ള പ്രാർത്ഥന. താങ്ക് യു സർ. നമസ്കാരം.